സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് ആത്മാവിനോട് പറഞ്ഞപ്പോൾ ആത്മാവ് പറയുന്ന ഒരു വാചകമുണ്ട്, അള്ളാന്റെ റസൂലേ, താങ്കൾ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കാൻ താങ്കൾക്ക് സാധ്യമല്ല. എങ്ങനെയാണ് ഈമാനിനെ പ്രിയപ്പെട്ടതാക്കി മാറ്റുക? എന്റെ ശബ്ദം അടുത്തു നിന്നും അകലെ നിന്നും കേൾക്കുന്ന മറ്റ് സഹോദരി സഹോദരന്മാർ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വികാരമാണ് യഥാർത്ഥത്തിൽ നമ്മെ ഇങ്ങോട്ട് നയിച്ചത്. എന്താണ് ആ വികാരമെന്ന് ചോദിച്ചാൽ അതൊരു വിശ്വാസമാണ്. ഏതാണ് ആ വിശ്വാസം? ഏതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങോട്ട് കടന്നു വന്നത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആദ്യം ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. എൻ്റെ മനസ്സിലുള്ള വികാരം, എൻ്റെ മനസ്സിലുള്ള വിശ്വാസം, അത് അചഞ്ചലമായ ഒരു വിശ്വാസമാണോ, ഈമാനുള്ള ഒരു വിശ്വാസമാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ വൈകുന്നേരം നമ്മുടെ രാത്രിയിൽ കിടക്കയിലേക്ക് പോകുന്നത് വരെ നമ്മുടെ മനസ്സിലുള്ള ഒരു വിശ്വാസം, ഒരു ഈമാൻ എങ്ങനെയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാറുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, ഒരാൾ പ്രഭാതത്തിൽ വിശ്വാസിയായി അവൻ എഴുന്നേൽക്കുന്നു, അവൻ പ്രദോഷമാകുമ്പോഴേക്ക് അവിശ്വാസിയായി മാറുകയാണ്. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഏതെങ്കിലും ബഹുദൈവ ആരാധകരെ കുറിച്ചല്ല പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലുള്ള, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കേൾക്കുന്ന സഹാബികളോടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു വികാരം പങ്കുവെക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രിയപ്പെട്ടതിന് വേണ്ടി സമയം ചിലവഴിക്കാൻ നമ്മൾ എപ്പോഴും തയ്യാറാണ്. അതുപോലെ തന്നെ അതിനു വേണ്ടി കാത്തിരിക്കുവാൻ എത്ര നേരം ഇരിക്കാനും നമ്മൾ തയ്യാറാണ്. അപ്പൊ നമുക്കറിയാം പ്രവാസികളായ ആളുകളുടെ അവസ്ഥ. അവർ യഥാർത്ഥത്തിൽ പ്രവാസ ജീവിതം തിരഞ്ഞെടുത്തത് തൻ്റെ വീടിൻ്റെയും നാടിൻ്റെയും ചുറ്റുപാടുകളുടെയും പ്രയാസങ്ങൾ നേരിട്ടത് കൊണ്ടല്ല. അവർക്ക് അവരുടെ നാട്ടിലും വീട്ടിലും ഇരിക്കുവാനും കിടക്കുവാനും അവിടെ താമസിക്കുവാനുമുള്ള അസൗകര്യങ്ങൾ കാരണമല്ല. പിന്നെ എന്തിനു വേണ്ടിയാണ്? തൻ്റെ വീടിൻ്റെ കഷ്ടപ്പാടുകളും തൻ്റെ മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകളും തൻ്റെ ഭാര്യയുടെയും മക്കളുടെയും കഷ്ടപ്പാടുകളും സാമ്പത്തികമായ ഒരു പ്രതിസന്ധി കാരണമാണ് ആ പ്രവാസി സുഹൃത്തുക്കൾ ഈ നാട്ടിൽ നിന്ന് കരകയറുന്നത്. അവർ എന്തിനും തയ്യാറാണ്. ചൂടുള്ള സമയത്ത് ജോലി ചെയ്യാനും കൊടും തണുപ്പുള്ള സമയത്ത് ജോലി ചെയ്യാനും അവർ തയ്യാറാണ്. എന്തിനു വേണ്ടി? നമുക്ക് വേണ്ടി, അഥവാ തൻ്റെ മക്കൾക്ക് വേണ്ടി, തൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി, തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, തൻ്റെ കുടുംബത്തിന് വേണ്ടി ഏതൊരു യാതനകളും പ്രയാസങ്ങളും സഹിക്കുവാൻ ആ പ്രവാസികൾ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ എത്ര തന്നെ കഷ്ടപ്പെട്ടാലും എൻ്റെ കൂടപ്പിറപ്പുകൾ ഒരിക്കലും തന്നെ പ്രയാസപ്പെടരുത് എന്നൊരു ചിന്തയാണ്, എന്നൊരു വികാരമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ അവരെ പിടിച്ചു നിർത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയൊരു പ്രാർത്ഥനയുണ്ട്. നമുക്കറിയാം, നിങ്ങൾ കേട്ടൊരു ചരിത്രമായിരിക്കും. മഹദിയായ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ, ഉഹുദിന്റെ രണാങ്കണം, ചരിത്രത്തിൽ വിശ്വാസികൾക്ക് ഏറെ പോറലുണ്ടാക്കിയ, വേദനയുണ്ടാക്കിയ ഒരു യുദ്ധമായിരുന്നു ഉഹുദിന്റെ രണാങ്കണം. ബദറിൽ വമ്പിച്ച വിജയം കൈവരിച്ച വിശ്വാസികൾ ആ ഒരു വിശ്വാസത്തിന്റെ എല്ലാ തുടിപ്പോടുകൂടി മെടിപ്പോടുകൂടി ഉഹുദിന്റെ രണാങ്കണത്തിലേക്ക് പുറപ്പെടുകയാണ്. എന്നാൽ യാദൃശികമായി അവിടേക്ക് കടന്നു വന്ന അക്രമികളുടെ കൂരമ്പുകൾ, അവരുടെ കടന്നു കയറ്റം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരാജയത്തിന്റെ വക്കിലേക്കാണ് നയിച്ചത്.
ആ സമയത്ത് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉഹുദിന്റെ രണാങ്കണത്തിൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ശത്രു സൈന്യങ്ങൾ പ്രവാചകന് നേരെ അമ്പുകൾ ഇങ്ങനെ ഉതിർത്തുകയാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ വരുന്ന അമ്പുകളെല്ലാം സ്വന്തം നെഞ്ചോട് മാറോട് ചേർത്ത് വാങ്ങിയ സഹാബികളുടെ ചരിത്രം ഉഹുദിന്റെ രണാങ്കണത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. അതിൽപ്പെട്ട ഒരു മഹദിയായിരുന്നു ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ. അവരുടെ യഥാർത്ഥ പേര് നുസൈബ എന്നുള്ളതായിരുന്നു. എന്നാൽ അവർ അറിയപ്പെട്ടിരുന്ന പേര്, ചരിത്രത്തിൽ അറിയപ്പെട്ടിരുന്നത് ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ എന്ന പേരിലായിരുന്നു. ഈ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ യുദ്ധങ്ങളിൽ, എല്ലാ യുദ്ധങ്ങളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പങ്കെടുക്കുമായിരുന്നു. നമ്മളെല്ലാവരും, എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു ചരിത്രമാണ് ഉമ്മു അമ്മാറയുടെ ചരിത്രം. ആ ഉമ്മു അമ്മാറ ആ യുദ്ധങ്ങളിലേക്ക് പുറപ്പെടുന്ന, അവിടെ യുദ്ധങ്ങളിൽ പങ്കെടുക്കുന്ന മുസ്ലിം സൈന്യങ്ങൾക്ക് വേണ്ടി ഭക്ഷണവും മരുന്നും മറ്റു വെള്ളവും അതെല്ലാം സംവിധാനിക്കുകയും അതെല്ലാം തയ്യാറാക്കി കൊടുക്കുകയും ചെയ്തിരുന്ന ഒരു പണിയായിരുന്നു ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ എടുത്തിരുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് സഹാബികൾ തിരിഞ്ഞോടിയപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വലയം ചെയ്തത് ഉമ്മു അമ്മാറയും തന്റെ പ്രിയപ്പെട്ട മക്കളുമായിരുന്നു. മക്കൾ അടങ്ങുന്ന ഒരു ചെറിയ സൈന്യമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വലത്തോട്ട് നോക്കിയാൽ ഉമ്മു അമ്മാറയെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ എൻ്റെ ഇടത്തോട്ട് നോക്കുമ്പോഴും ഉമ്മു അമ്മാറയെയാണ് കാണുന്നത്. എൻ്റെ പിറകോട്ട് നോക്കുമ്പോൾ ഉമ്മു അമ്മാറയെയാണ് കാണുന്നത്. എൻ്റെ മുന്നിലോട്ട് നോക്കുമ്പോഴും മഹാമഹദിയായ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയെയാണ് കാണുന്നത്. അങ്ങനെ ആ യുദ്ധത്തിൽ മഹദിയായ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയ്ക്ക് തന്റെ ഷോൾഡറിൽ ആഴമേറിയ ഒരു വെട്ടേൽക്കുകയും അത് കാരണം വളരെയധികം പ്രയാസപ്പെട്ട് ഒരു വർഷത്തോളം ആ മുറിവുമായി മഹദിയായ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ തന്റെ ആ വീട്ടിൽ കഴിഞ്ഞു കൂടുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കഴിഞ്ഞിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് ശേഷം മഹദിയായ ഉമ്മു അമ്മാറയുടെ അടുക്കലേക്ക് പോവുകയാണ്. എന്നിട്ട് മഹദിയായ ഉമ്മു അമ്മാറയോട് ചോദിക്കുന്നുണ്ട്, മഹദിയായ ഉമ്മു അമ്മാറയോട് ചോദിക്കുന്നുണ്ട്, ഉമ്മു അമ്മാറേ, നിനക്ക് എന്താണ് വേണ്ടത്? നീ ചോദിച്ചോളൂ എന്ന് ചോദിച്ചപ്പോൾ മഹദിയായ ആ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു വാചകം, അസ്അലുക മുറാഫക ഫിൽ ജന്ന. ഞാൻ ആഗ്രഹിക്കുന്നത് റസൂലേ, എന്റെ പ്രിയപ്പെട്ടവരെയല്ല, എന്റെ രോഗം മാറാനല്ല, എന്റെ പ്രതിസന്ധികൾ മാറാനല്ല, എന്റെ പ്രയാസങ്ങൾ മാറാനല്ല, അസ്അലുക മുറാഫക ഫിൽ ജന്ന. ഞാൻ ആഗ്രഹിക്കുന്നത് റസൂലേ, താങ്കളുടെ കൂടെ സ്വർഗത്തിൽ താങ്കളുടെ ഒരു അടുത്തൊരു സുഹൃത്തായി, അടുത്ത ഒരു അയൽവാസിയാകാനാണ്, താങ്കളുടെ സമീപസ്ഥനാവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് മഹദിയായ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ പറയുകയാണ്. നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യത്തിനുള്ള മറുപടിയായി കൊണ്ട് പ്രവാചകൻ പറയുകയാണ്, അല്ലാഹുമ്മ ജഅൽഹും റഫഖായി ഫിൽ ജന്ന. അല്ലാഹുവേ, അവർക്ക് എൻ്റെ അടുക്കൽ ഒരു മിറാഫഖത്ത് നീ നൽകണമേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയായ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഉമ്മു അമ്മാറയ്ക്ക് രണ്ട് പ്രിയപ്പെട്ട മക്കൾ ഉണ്ടായിരുന്നു. ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു എന്ന പേരുള്ള ചുറുചുറുക്കുള്ള രണ്ട് യുവാക്കൾ ഉണ്ടായിരുന്നു. പ്രായം 20 വയസ്സിന് താഴെ മാത്രം പ്രായമുണ്ടായിരുന്ന ആ യുവാക്കൾ, നമുക്കറിയാം, പ്രവാചകന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകന്റെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, മുഹമ്മദ്, മദീനയുടെ ഒരു ഭാഗം താങ്കൾക്കാണെങ്കിൽ അതിന്റെ ഒരു ഭാഗം, അതിന്റെ പ്രവാചകത്വം ഞാനാണ് ഏറ്റെടുക്കുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുസൈലിമത്തുൽ കദ്ദാബ് വാദിക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ വാചകം പറഞ്ഞുകൊണ്ട് മുസൈലിമത്തുൽ കദ്ദാബ് തന്റെ നാട്ടിലേക്ക് മടങ്ങി പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഒരു കത്ത് എഴുതുകയാണ്. ആർക്കാണ് കത്ത് എഴുതുന്നത്? മുസൈലിമത്തുൽ കദ്ദാബ്, കള്ളപ്രവാചകനായി വാദിച്ച് മദീനയിലേക്ക് കടന്നു വന്ന മുസൈലിമത്തുൽ കദ്ദാബിന് കത്ത് എഴുതുകയാണ്. ആ കത്ത് കൊണ്ട് പോകുന്നത് ഈ മഹദിയായ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട മകൻ ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹയാണ്. വെറും 20 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള ആ ചുറുചുറുക്കുള്ള യുവാവ് ആ കത്തുമായി, ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയുടെ മകൻ ആ കത്തുമായി കൊണ്ട് മുസൈലിമത്തുൽ കദ്ദാബിന്റെ അടുക്കലേക്ക് പോവുകയാണ്. എന്നിട്ട് മുസൈലിമത്തുൽ കദ്ദാബിന് നേരെ ആ കത്ത് നീട്ടുകയാണ്.
എന്നിട്ട് മുസൈലിമത്തുൽ കദ്ദാബ് കത്ത് വായിച്ചപ്പോൾ ആ കത്തിലെ ആദ്യ വാചകം തന്നെ ഇങ്ങനെയാണ്: മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാചകം തുടങ്ങുന്നത്. കള്ളനായ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന വാചകത്തിൽ തുടങ്ങിയ ആ വരി കണ്ടപ്പോൾ തന്നെ ആ കത്ത് കൊണ്ടുവന്ന മനുഷ്യന് നേരെ, ആ ചുറുചുറുക്കുള്ള യുവാവിന് നേരെ ആക്രോശം പ്രകടിപ്പിക്കുകയാണ്, ദേഷ്യം പ്രകടിപ്പിക്കുകയാണ്. എന്നിട്ട് മുസൈലിമത്തുൽ കദ്ദാബ് ആ സഹോദരനോട് ചോദിക്കുകയാണ്: അഅൻത തശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അഅൻത തശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, നീ മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അതെ, ഞാൻ മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിച്ചു, അഅൻത തശ്ഹദു അന്നി റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇത് കേട്ടപ്പോൾ ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു മൗനം പാലിക്കുകയാണ്. അദ്ദേഹം ഒരു അക്ഷരം മിണ്ടിയില്ല. എന്നിട്ട് ഇത് കേട്ട മുസൈലിമത്തുൽ കദ്ദാബാണ് പറയുകയാണ്, അഅൻത തസ്മഉ ഹാദാ വഅൻത ലാ തസ്മഉ ഹാദാ, ഞാൻ നേരത്തെ ചോദിച്ചത് നീ കേൾക്കുന്നുണ്ടല്ലേ, ഇപ്പോൾ ഞാൻ ചോദിച്ചത് നിനക്ക് കേൾക്കുന്നില്ലല്ലേ? ഇത് കേട്ടപ്പോൾ മുസൈലിമത്തുൽ കദ്ദാബിന്, ഇത് കണ്ടപ്പോൾ മുസൈലിമത്തുൽ കദ്ദാബിന് അദ്ദേഹം രോഷാകുലനായിക്കൊണ്ട് വളരെ ക്രൂരമായി തന്റെ ശരീരത്തിന്റെ പച്ച മാംസം വാർന്നെടുക്കുകയാണ്. ആരുടെ മേലിൽ നിന്ന്? ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹുവിന്റെ മേലിൽ നിന്ന് പച്ചയായ മാംസം കീറി വലിക്കുകയാണ്. രണ്ടാമതും ചോദിക്കുകയാണ്, അൻത തശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നഅം അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ അൻത തശ്ഹദു അന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഹബീബ് ബിൻ സയ്യിദ് മൗനം പാലിക്കുകയാണ്, ഒരക്ഷരം ഉരുവിടുന്നില്ല. ഇത് കണ്ടപ്പോൾ വീണ്ടും രോഷാകുലനായിക്കൊണ്ട് ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് പച്ചയായ മാംസകഷ്ണം വീണ്ടും കത്തിക്കൊണ്ട് വാർന്നെടുക്കുകയാണ്. അങ്ങനെ വീണ്ടും ചോദിച്ചു, ഓരോ ചോദ്യത്തിനും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് പച്ചയായ മാംസം കീറി വലിച്ചുകൊണ്ട് ക്രൂരമായി കൊന്നുകളയുകയാണ്. ഹബീബ് ബിൻ സയ്യിദിനെ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകൻ ക്രൂരമായി കൊന്നുകളയുകയാണ്. ഈ വാർത്ത അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തുകയാണ്. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലഹു കമസലു സാഹിബു യാസീൻ, അവന്റെ ഉദാഹരണം സാഹിബു യാസീനിന്റെ ഉദാഹരണം പോലെയാണ്. ആരാണ് സാഹിബു യാസീൻ? വിശുദ്ധ ഖുർആൻ സൂറത്തു യാസീനിലെ ഒരു ഭാഗം വിശദീകരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും സൂറത്തുൽ യാസീൻ പാരായണം ചെയ്യുന്നവരാണ്. അതിൽ ഒരു ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ ഇത്തബിഉ മൻ ലാ യസ്അലുകും അലൈഹി. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ യാസീനിൽ ഒരു ആയത്ത്, ആ ഒരു സന്ദർഭം വിശദീകരിക്കുന്നു. വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്ആ, അങ്ങകലെ ഒരു പട്ടണത്തിൽ നിന്ന് ഒരാൾ ഓടി വരികയാണ്. എന്നിട്ട് പറയണേ, ഇത്തബിഉൽ മുർസലീൻ, നിങ്ങൾ മുർസലീങ്ങളെ നിങ്ങൾ പിൻപറ്റണം. ആരാ പറയുന്നത്? അന്തോക്കിയ എന്ന സ്ഥലത്തേക്ക് അല്ലാഹ് പ്രവാചകന്മാരെ നിയോഗിക്കുകയാണ്. ഒന്നല്ല രണ്ടല്ല, മൂന്നോളം പ്രവാചകന്മാരെ നിരന്തരമായി അല്ലാഹു നാട്ടിലേക്ക് നിയോഗിച്ചപ്പോൾ അവരെ സത്യപ്പെടുത്താതെ, അവരെ കള്ളപ്രവാചകനെന്ന് ആ നാട്ടിലുള്ള ആളുകൾ അവരെ അസത്യപ്പെടുത്തിയപ്പോൾ അങ്ങകലെ മദീനയിൽ നിന്ന് ഒരാൾ ഓടി വന്നുകൊണ്ട്, അങ്ങകലെ ഒരു പട്ടണത്തിൽ നിന്ന് ഓടി വന്നുകൊണ്ട് ഒരു മനുഷ്യൻ പറയുന്ന വാചകമാണ്, ഇത്തബിഉൽ മുർസലീൻ ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ. നിങ്ങൾ അവരെ പിൻപറ്റുക, നിങ്ങളിൽ നിന്ന് പ്രതിഫലം ചോദിക്കാത്ത, നിങ്ങളിൽ നിന്ന് യാതൊന്നും തന്നെ ആഗ്രഹിക്കാത്ത ആ പ്രവാചകന്മാരെ നിങ്ങൾ പിൻപറ്റണം എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള നാട്ടുകാർ ആ മനുഷ്യനെ ക്രൂരമായി തച്ചു കൊല്ലുകയാണ്, ക്രൂരമായി കൊന്നുകളയുകയാണ്. എന്നിട്ട് ആത്മാവിനെയും കൊണ്ട് മലക്കുകൾ ആകാശ ലോകത്തേക്ക് പോകുന്ന സമയത്ത് ആത്മാവ് പറയുന്ന ഒരു വാചകമുണ്ട്, ആത്മാവിനോട് അല്ലാഹ് പറയുകയാണ്, നീ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. ആ സമയത്ത് ആത്മാവ് പറയുന്ന ഒരു വാചകമുണ്ട്, ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലീ വജഅലനീ മിനൽ മുക്രമീൻ. ഖീല ദഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. ബിമാ ഖീല ദഖുലുൽ ജന്ന,
സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് ആത്മാവിനോട് പറഞ്ഞപ്പോൾ ആത്മാവ് പറയുന്നൊരു വാചകമുണ്ട്, എന്നെ അടിച്ചു കൊന്ന, എന്നെ ക്രൂരമായി തല്ലിയ, എന്നെ നാട്ടിൽ നിന്ന് ഓടിച്ച ആ മനുഷ്യരെങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ, എന്തറിഞ്ഞിരുന്നുവെങ്കിൽ, എനിക്ക് പൊറത്തു തരുകയും എന്നെ ആദരിക്കുകയും ചെയ്ത വിവരം ആ നാട്ടിലുള്ള ആളുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ആ നാട്ടുകാരായ അന്തോക്കിയയിലുള്ള മനുഷ്യർ ഒരിക്കലും എന്നോട് ഈ അപരാധം ചെയ്യുമായിരുന്നില്ല, എന്നോട് ഈ ക്രൂരത ചെയ്യുമായിരുന്നില്ല. ആ മനുഷ്യന്റെ പേരാണ് സാഹിബ് യാസീൻ, ഹബീബുൻ നജ്ജാർ. ആ ഹബീബിന്റെ പേരാണ്, അതേ പേരുള്ള മനുഷ്യനാണ് ഉമ്മു അമ്മാറയുടെ മകൻ ഹബീബ് ബിൻ സെയ്ദ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്. ആ ഹബീബ് ബിൻ സെയ്ദ് എന്തിന്റെ പേരിലാണോ അവിടെ മരണപ്പെട്ടത്, അതേപോലെ തന്നെയാണ് ആ ഹബീബുൻ നജ്ജാർ, ആ സാഹിബ് യാസീൻ അവിടെയും മരണപ്പെട്ടത്. എന്തിന്റെ പേരിലാ? ഈ തൗഹീദിന്റെ അചഞ്ചലമായ വിശ്വാസം അടിയുറച്ച് വിശ്വസിച്ചതിന്റെ പേര് മാത്രമല്ല, അത് അടിയുറച്ചുകൊണ്ട് പ്രബോധനം ചെയ്തതിന്റെ പേരിൽ അദ്ദേഹം അവരെ അനുഭവിച്ച ക്രൂരതയാണ്. അവർക്കുള്ള പ്രതിഫലം എന്താ? നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. ആ മനുഷ്യൻ അവിടെ വന്നിട്ട് ആ നാട്ടുകാരായ ആളുകളോട് പറഞ്ഞൊരു വാചകം എത്രയേ ഉള്ളൂ, നിങ്ങൾ ആ പ്രവാചകൻ അംഗീകരിക്കുക, നിങ്ങൾ ആ പ്രവാചകന്മാർ അംഗീകരിക്കുക എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ അവർ അതെല്ലാം അനുഭവിച്ചത്. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ആ ഉമ്മമ്മാറയുടെ ധീരന്മാരായ 2 മക്കളായിരുന്നു, ഹബീബ് ബിൻ സെയ്ദും അതുപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ സെയ്ദും. എന്നിട്ടോ അതിനുശേഷം ഈ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകനെ യമാമ യുദ്ധത്തിൽ വെച്ച് അബ്ദുല്ലാഹി ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളാൽ വധിക്കപ്പെട്ടു എന്ന വാർത്ത ഉമ്മമ്മാർ റളിയല്ലാഹു അൻഹ അറിഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് സ്തുതിച്ചുകൊണ്ട് ആ സമയത്ത് ആ യുദ്ധത്തിൽ തന്റെ കൈകളറ്റുകൊണ്ട് അവിടെ ഒരു ഭാഗത്തിരിക്കുന്ന ഉമ്മമ്മാർ റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു വാചകമുണ്ട്, എനിക്ക് വേദന എന്റെ കൈകളല്ല, എനിക്കിപ്പോൾ സമാധാനമാണ്, എന്റെ വേദനയെല്ലാം ഞാൻ മറന്നിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, എന്റെ മകനെ കൊന്ന് കൊലവിളിച്ച ആ കള്ളപ്രവാചകനായ ആ മുസൈലിമത്തുൽ കദ്ദാബിനെ കൊന്നതും എന്റെ മകൻ തന്നെയാണ് എന്നുള്ളത് ആശ്വാസ വാക്കാണ് മഹദിയായ ഉമ്മമ്മാർ റളിയല്ലാഹു അൻഹ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെയുള്ളൊരു ഉമ്മയായിക്കൊണ്ട്, ഇങ്ങനെയുള്ളൊരു മക്കളാക്കിക്കൊണ്ട് എങ്ങനെ നമുക്ക് വളർത്താൻ സാധിക്കുമോ? നമ്മളൊന്ന് ചോദിക്കുക. നമ്മുടെ മക്കൾ ഇത്തരത്തിലുള്ള ആദർശ പ്രബോധന രംഗങ്ങളിലുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു പോലും മരണപ്പെട്ട ഒരു യുദ്ധമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറെ വേദനയുണ്ടാക്കിയ ഒരു യുദ്ധമായിരുന്നു ആ ഉഹുദിന്റെ രണാങ്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനാ അൽ-ഈമാന വസീനതും ഫീ ഖുലൂബിനാ. അല്ലാഹുവേ, ഈമാനിനെ ഞങ്ങൾക്ക് നീ പ്രിയപ്പെട്ടതാക്കി മാറ്റണമേ, അതേപോലെ തന്നെ ദീനിനെ ഞങ്ങൾക്ക് നീ ഭംഗിയുള്ളതാക്കി മാറ്റണമേ എന്നൊരു പ്രാർത്ഥന അള്ളാന്റെ പ്രവാചകന്റെ പ്രാർത്ഥനയുണ്ട്. എങ്ങനെയാണ് ഈമാനിനെ പ്രിയപ്പെട്ടതാക്കി മാറ്റുക? ഈമാനിനെ പ്രിയപ്പെട്ടതാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമസ്കാരം, നമ്മുടെ ആരാധന കർമ്മങ്ങൾ, നമ്മളുടെ ഓരോ കർമ്മങ്ങളും അത് നമ്മൾ തൃപ്തിയോടുകൂടി ഈമാനോടുകൂടി നിർവഹിക്കുമ്പോഴാണ് ദീന് നമുക്ക് പ്രിയപ്പെട്ടതായി മാറുന്നത്. ചില ആളുകളെ ദീനിന്റെ കാര്യങ്ങൾക്ക് വിളിച്ചാൽ, ദീനിന്റെ കാര്യങ്ങൾ അവരോട് സംസാരിച്ചാൽ തീരെ താല്പര്യമില്ലാത്തത് എന്തുകൊണ്ടാണ്? അള്ളാന്റെ ദീൻ അവർക്ക് പ്രിയപ്പെട്ടതല്ലാത്തത് കൊണ്ടാണ്. അള്ളാനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമുക്ക് പ്രിയപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി എത്ര സമയം ചിലവഴിക്കാനും എന്തിനും നമ്മൾ തയ്യാറാവുന്നുണ്ട്. പക്ഷേ ദീനിനു വേണ്ടി നമ്മൾ എന്തുകൊണ്ട് ചിലവഴിക്കുന്നില്ല? നമുക്ക് പ്രിയപ്പെട്ടതാകുന്നില്ല. നമുക്ക് പ്രിയപ്പെട്ടതാകുമ്പോൾ ആ ദീനിനു വേണ്ടി എന്തും ത്യജിക്കാൻ നമ്മൾ തയ്യാറാകും എന്നുള്ളത് തീർച്ചയാണ്. എന്റെ പ്രിയപ്പെട്ടവര്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയും, ലക്ഷോപലക്ഷം ആളുകളുടെ മനസ്സിൽ ഇല്ലാത്തൊരു ഈമാൻ, കോടിക്കണക്കിന് ആളുകളുടെ മനസ്സുകളിൽ ഇല്ലാത്തൊരു വികാരം, ഇല്ലാത്തൊരു വിശ്വാസം, അള്ളാഹ് നമുക്ക് നൽകിയ ആ ഒരു ഈമാൻ നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മുടെ വീടുകൾക്ക് ചുറ്റുമുള്ള ഒരു മതിലിന്റെയും അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു മുറ്റത്തിന്റെയും അപ്പുറമുള്ള വീടുകളിൽ എത്ര ആളുകളാണ് ഈ ഒരു ഈമാൻ ഇല്ലാതെ മരണപ്പെടുന്ന? എത്ര ആളുകളാണ്? അള്ളാഹു അവൻ വിചാരിക്കുന്നവർക്ക് മാത്രമേ അള്ളാഹു ഹിദായത്ത് നൽകുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിതൃവ്യൻ അബൂ താലിബ്
അബൂ ത്വാലിബും അബ്ദുള്ളയും സഹോദരങ്ങളായിരുന്നു. അബ്ദുൽ മുത്തലിബിന്റെ മക്കളായ അബൂ ത്വാലിബും അബ്ദുള്ളയും സഹോദരങ്ങളായിരുന്നു. അബ്ദുള്ളയുടെ മരണശേഷം തന്റെ പ്രിയപ്പെട്ട മകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റെടുത്തത് തന്റെ പിതൃവ്യനായ അബൂ ത്വാലിബായിരുന്നു. അബ്ദുൽ മുത്തലിബിന്റെ ഒരു ഭാര്യയിൽ നിന്നുണ്ടായവരാണ് ഈ അബ്ദുള്ളയും അബൂ ത്വാലിബും. അങ്ങനെ അബ്ദുള്ളയുടെ മരണശേഷം നബിയുടെ പിതൃത്വം ഏറ്റെടുക്കുന്നത് അബൂ ത്വാലിബാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അബൂ ത്വാലിബിന്റെ മരണമാസന്നമായി കിടക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പിതൃവ്യനായ അബൂ ത്വാലിബിന്റെ അടുക്കൽ പോയിക്കൊണ്ട് പറഞ്ഞു, ഖുൽ യാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടമ്മ, എളാവ, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് വാദിക്കാമെന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നാവിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടിട്ട് അത് ഏറ്റുപറയാൻ പോലും കഴിയാത്ത ആ ഒരു ഹിദായത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദീനെ മറന്നുകൊണ്ട് ദീനില്ലാത്ത കുടുംബമായി കൊണ്ട് നമുക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും? എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചക ജീവിതത്തിൽ പ്രവാചകൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒന്നാണ് തന്റെ പിതൃവ്യന്റെ ഹിദായത്ത് എന്നുള്ളത്. എന്നിട്ട് പ്രവാചകനോട് അല്ല പറയുകയാണ് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹ യഹ്ദീ മൻ യശാ. അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കാൻ താങ്കൾക്ക് സാധ്യമല്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകളെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധ്യമല്ല. പക്ഷേ ആ ഹിദായത്തിന്റെ വഴി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, ആ ഹിദായത്തിന്റെ വഴി വെട്ടിച്ചു കൊടുക്കുക എന്നുള്ളത്, തുറന്നു കാട്ടുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. മൻ കാന ആഖിറു കലാമി ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ അവൻ ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വേലക്കാരനായ ജൂതന്റെ മകൻ അവിടെ രോഗിയായി കിടക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് പോകുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജൂതന്റെ കുട്ടിയെ കാണാൻ വേണ്ടി പോകുന്ന ഒരു സന്ദർഭമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജൂത കുട്ടിയോട് പറഞ്ഞു, യാ മോനെ, പ്രിയപ്പെട്ട മോനെ, നീ ഷഹാദത്ത് കലിമ ചൊല്ലുക. ഇത് കേട്ടപ്പോൾ ജൂതനായ ആ വാപ്പയുടെ മുഖത്തേക്ക് ആ മകൻ നോക്കുകയാണ്. എന്നിട്ട് വാപ്പ പറഞ്ഞൊരു വാചകമുണ്ട്, നീ അബുൽ ഖാസിമിനെ നീ അനുസരിച്ചു കൊള്ളുക. അങ്ങനെ ആ ജൂതനായ ആ മനുഷ്യന്റെ പ്രിയപ്പെട്ട മകൻ പറയുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, തന്റെ പ്രിയപ്പെട്ട പിതൃവിനോട് ദിവസങ്ങളോളം അല്ല മാസങ്ങളോളം അല്ല വർഷങ്ങളോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് ആ പിതൃവി എന്നത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ആരാ ഹിദായത്ത് നൽകുന്നത്? അള്ളയാണ്. അതേപോലെ തന്നെ ആ ജൂതനായ കുട്ടിയുടെ അടുക്കലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാൻ തയ്യാറായി. ആരാ ഹിദായത്ത് നൽകുന്നത്? അള്ളയാണ്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹു യഹ്ദീ മൻ യശാ. നീ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കാൻ നിനക്ക് സാധ്യമല്ല, അള്ളയാണ് അവർക്ക് ഹിദായത്ത് നൽകുന്നത്. അള്ള ഉദ്ദേശിക്കുന്നവർക്ക് അള്ള ഹിദായത്ത് നൽകുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്നവർക്ക് തന്റെ പോക്കറ്റിൽ നിന്ന് നൽകുന്നതല്ല ഹിദായത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളൊന്നും ആലോചിച്ച് നോക്കണം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന് ശേഷം അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അതാരാണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിലെ പല ആളുകൾക്കും ലഭിക്കാത്തൊരു ഹിദായത്താണ് നമുക്ക് ലഭിച്ചത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തിലുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കുടുംബത്തിലുണ്ട്. അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുന്ന, പ്രവാചകൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന, ലാ ഇലാഹ മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണെന്നും ആ പ്രവാചകന്റെ തിരുസുന്നത്ത് മുറുകെ പിടിക്കൽ അത് സുന്നത്താണെന്നും കൃത്യമായി അംഗീകരിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ മരണമുണ്ടെന്നും സ്വർഗമുണ്ടെന്നും മരണത്തിന് ശേഷം മരണാനന്തര ജീവിതമുണ്ടെന്നും വിശ്വസിക്കുന്ന, ഖുർആനിൽ വിശ്വസിക്കുന്ന, തിരുസുന്നത്തിൽ വിശ്വസിക്കുന്ന എത്ര ആളുകളാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിലുള്ളത്. ഒരു മതിലിന്റെ വ്യത്യാസത്തിൽ, ഒരു മുറ്റത്തിന്റെ വ്യത്യാസത്തിൽ, ഒരു വീടിന്റെ വ്യത്യാസത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്. അവർക്കൊന്നും ലഭിക്കാത്ത
ഒരു ഹിദായത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, അത് വല്ലാത്തൊരു അനുഗ്രഹമാണ്. ഈ ലോകത്ത് നമുക്ക് ലഭിച്ചതിൽ വെച്ച് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ലഭിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിക്കുകയാണ്, യാ അല്ലാഹുവിന്റെ റസൂലേ, എവിടെയാണ് എന്റെ ഉപ്പയുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഫിന്നാർ, അദ്ദേഹം നരകത്തിലാണ്. ഇത് കേട്ടപ്പോൾ ആ മനുഷ്യന് വല്ലാത്ത സങ്കടം. എന്റെ ഉപ്പ നരകത്തിലാണ് എന്ന് ആ മനുഷ്യന്റെ ചോദ്യത്തിന് അള്ളാഹിന്റെ റസൂൽ മറുപടി നൽകിയപ്പോൾ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പറയുകയാണ്, അബീ വ അബാക ഫിന്നാർ, നിന്റെ വാപ്പ മാത്രമല്ല എന്റെ ഉപ്പയും നിന്റെ ഉപ്പയും നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ചു, അള്ളാഹിന്റെ റസൂലിനെ കുറിച്ച്, അള്ളാഹിന്റെ റസൂലിന്റെ വാപ്പയെ കുറിച്ച് അള്ളാഹിന്റെ പ്രവാചകൻ പറയുകയാണ്, എന്റെ വാപ്പയും നരകത്തിലാണ് എന്നാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു യാത്രയിൽ പ്രവാചകന്റെ കൂടെ ഒരുപാട് സഹാബികളുണ്ട്. ആ യാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചുകൊണ്ട് ഒരു അനുവാദം ചോദിക്കുന്നുണ്ട്. ഇസ്തഅദനതു ലിറബ്ബി ലിഅൻ അസ്തഗ്ഫിറ ലിഉമ്മി, എന്റെ ഉമ്മയ്ക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ ഞാൻ അല്ലാഹുവിനോട് അനുവാദം ചോദിച്ചു. എന്താണ് അതിന്റെ ഉത്തരം? ഫലം യസ്തഅദനലി, അല്ലെങ്കിൽ എനിക്കതിന് അനുവാദം നൽകിയില്ല, എനിക്കത് ആ ഇസ്തിഗ്ഫാർ നടത്താൻ എനിക്ക് അനുവാദം നൽകിയില്ല എന്ന് അള്ളാഹിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്. എന്തുകൊണ്ടാണ്? അള്ളാഹിന്റെ റസൂലിന്റെ പ്രവാചകന്റെ വാപ്പയും ഉമ്മയും നരകാവകാശികളാണ്. അങ്ങനെയുള്ള ശിർക്ക് ചെയ്തുകൊണ്ട് ജീവിച്ച ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ പോലും നടത്താൻ അനുവാദമില്ല എന്ന് അള്ളാഹ് കൽപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ വീടിന്റെ ചുറ്റിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിലും വിശ്വാസം സ്വീകരിക്കാതെ യഥാഹിലായുള്ള അംഗീകരിക്കാതെ മരണപ്പെട്ട മാതാപിതാക്കളുണ്ടെങ്കിൽ, സഹോദരിമാരുണ്ടെങ്കിൽ, ആ ബന്ധുമിത്രാദികളുണ്ടെങ്കിൽ, അള്ളാഹുവേ അവർക്ക് നീ പുറത്തു കൊടുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോലും അനുവാദമില്ല എന്ന് ആരാ പറയുന്നത്? അള്ളാഹുവാണ് പറയുന്നത്, അള്ളാഹിന്റെ പ്രവാചകനാണ് പറയുന്നത്. നമ്മുടെ വിശുദ്ധ ഖുർആനില് ഒരായത്തുണ്ട്, സൂറത്ത് തൗബയിൽ ഒരായത്തുണ്ട്. അള്ളാഹിന്റെ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, സലാമുൻ അലൈക്. ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പിതാവിനോട് പറയുന്ന ഒരു വാചകമുണ്ട്. പ്രവാചകന്റെ ആ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പിതാവ് ആസറിനോട് പറയുന്ന ഒരു വാചകമുണ്ട്, സലാമുൻ അലൈക് സഅസ്തഗ്ഫിറു ലക റബ്ബി, താങ്കൾക്ക് അല്ലാഹ് പുറത്തു തരട്ടെ, താങ്കൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ വാപ്പയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ഒരു സന്ദർഭമുണ്ട്. എന്നാൽ സഅസ്തഗ്ഫിറു ലക റബ്ബി എന്ന വാചകം അല്ലാഹ് പറയുകയാണ്, ആ വാഗ്ദാനം ഇബ്രാഹിമെ നീ നിറവേറ്റരുത്. തന്റെ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട പിതാവിന് വേണ്ടിയുള്ള ആ ഇസ്തിഗ്ഫാർ, ആ വാഗ്ദാനം താങ്കൾ നിർവഹിക്കരുത് എന്ന് അവിടെ വെച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയോട് അള്ളാഹ് തിരുത്തി കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ വാപ്പ നരകാവകാശിയാണ്, ബിംബാരാധകനായിരുന്നു, ബിംബക്കച്ചവടക്കാരനായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ പോലും പാടില്ല എന്നുള്ളത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പൂലം കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വാപ്പയും നമ്മുടെ ഉമ്മയും നമ്മുടെ സഹോദരിയും നമ്മുടെ അമ്മായിയും എളാപ്പയും അങ്ങനെ അടുത്ത ബന്ധുക്കൾ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് പോകുമ്പോൾ അരുതേ എന്ന് പറയാൻ, പാടില്ല എന്ന് പറയാനുള്ള ഒരു തന്റെ ഇടം നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമയം അതിക്രമിച്ച് ഇതിനുശേഷം ഒരു സംസാരം കൂടി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ഒരു വിശ്വാസം, ആ തൗഹീദിന്റെ അചഞ്ചലമായ വിശ്വാസം നമ്മൾ മുറുകെ പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ മക്കളിലേക്ക് ലിബറലിസം കടന്നു വരും. അതുപോലെ തന്നെ സ്വതന്ത്ര ചിന്തകൾ കടന്നു വരും. അതേപോലെയുള്ള മറ്റുള്ള അനാശ്വാസ പ്രവർത്തനങ്ങൾ കടന്നു വരും. ഈമാനുള്ള, ഇഖ്ലാസുള്ള, യഥാർത്ഥ വിശ്വാസമുള്ള ആളുകൾക്ക് മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മാത്രമേ യഥാർത്ഥമായ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ
നമുക്ക് അവിടെ ആൾബലവും ലഭിക്കുകയുള്ളൂ, അതുപോലെ തന്നെ സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഫലസ്തീനിന്റെ മണ്ണിൽ അവരനുഭവിക്കുന്ന പീഡനങ്ങൾ, അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തിന്റെ പേരിലാണ്? ഈ വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം മുറുകെ പിടിച്ചതിന്റെ പേരിൽ മാത്രമാണ്. അവരുടെ വീട് അവർക്ക് പ്രശ്നമല്ല, അവരുടെ നാട് അവർക്ക് പ്രശ്നമല്ല. ആ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് അവിടെയുള്ള മക്കളും അവിടെയുള്ള വിധവകളും അവിടെയുള്ള നിരാലംബരായ മാതാപിതാക്കളും പോരാടിക്കൊണ്ടിരിക്കുന്നത്. അത്രത്തോളം പ്രയാസങ്ങളില്ലാത്ത ഒരു നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇത് മറച്ചു വെക്കാനുള്ളതല്ല, ഇത് മൂടി വെക്കാനുള്ളതല്ല. ഇത് നമ്മുടെ കുടുംബത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട്, നമ്മുടെ നാടുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട്, നമ്മുടെ അടുത്ത ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പറയാനുള്ള ആർജവരത്തോടെ കൂടി പ്രഖ്യാപിക്കാനുള്ള ഒരു വാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അചഞ്ചലമായ വിശ്വാസം. ആ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.